ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, അതിന് വേണ്ടി ഞാൻ ഒരു അരക്കഷണം ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിത് രണ്ടും കൂടി നന്നായി ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ക്യാബേജ് ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിത് ഇതുപോലെ കുറച്ച് തേങ്ങയാണ് ഇട്ടിട്ടുള്ളത്. ഒരുപാട് തേങ്ങേൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ആകുമ്പം വറവ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോഴാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതിലേക്ക് ആ എണ്ണ നന്നായി ചൂടായാൽ മാത്രമാണ് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരിഞ്ഞ് വെച്ച ക്യാബേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ക്യാബേജിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വെള്ളമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ രാവിലെ പെട്ടെന്ന് ആവണമെന്നില്ല ഇതാവുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ എന്താ പറയുക തീ കൂട്ടി തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതിപ്പം വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ പറയുക കുറച്ച് തീയിലാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് മൂടി വെക്കും. അപ്പോഴത്തേക്ക് ഇതുപോലെ അങ്ങ് മൂടി വെച്ച് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാട് ഇങ്ങനെ വെന്ത് എന്താ പറയുക ആ വേവൊക്കെ ആകുമ്പം അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും. അത്രയൊന്നും വെന്ത് കിട്ടണ്ട. നമുക്ക് സാധാരണ പാകത്തിന് എങ്ങനെയാണോ അതുപോലെ സാദാ വേവ്. അപ്പോൾ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയുണ്ട്. ഇപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ചതച്ച വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്ന അതിൻ്റെ ഒരു മണം കിട്ടും. ആ ക്യാബേജിൻ്റെ ഒരു മണം ഉണ്ടാവും. അത് ഏകദേശം കുറച്ചൊക്കെ അതിന് കുറഞ്ഞ് കിട്ടും. ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. നല്ല എന്താ പറയുക കുറച്ചിങ്ങനെ പൊരി പോലെ ഉണ്ടാവില്ല, അതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാബേജ് വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.